ഹലോ എവരിവൺ, മോജോ ടെക് കഫേയുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കുറേ കാലമായി നമ്മളൊരു വ്ളോഗൊക്കെ ചെയ്തിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ കൊച്ചിയിലെ ബ്രാഞ്ചും ഇവിടുത്തെ ബ്രാഞ്ചും ഒക്കെ കൂടെ കുറച്ച് ഓട്ടം കൂടുതലായതുകൊണ്ട് തന്നെ ലെങ്തി വീഡിയോസും വ്ളോഗും ഒന്നും ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. എന്തായാലും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ ഈ സ്ഥാപനത്തിൽ നമ്മളെ മോജോ ഓട്ടോ കഫേ നടുവണ്ണൂർ ബ്രാഞ്ചിൽ എന്തൊക്കെ വർക്കുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരു വാഹനം തന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വർക്കുകൾ നിങ്ങൾക്ക് തീർത്തു തരാൻ പറ്റുമെന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഫുൾ ഔട്ട്ലൈൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇന്ന് ഇവിടെ എന്തൊക്കെ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ എന്താണെന്നൊക്കെ പരിചയപ്പെടുത്തരാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ആദ്യം തന്നെ നമ്മളെ ടൊയോട്ട ഇനോവ ക്രിസ്റ്റയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിൻ്റെ ഗ്രില്ലും ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഫ്രെയിമൊക്കെ നമ്മൾ അയച്ചിട്ടത് ഇതിനെ ഡീക്രോമിങ് ചെയ്യാനുണ്ട്. ഇതിനെ രണ്ടിനെയും നമ്മൾ ഗ്ലോസി ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്യും. അതുകൂടാതെ ഈ വാഹനത്തിൽ നമ്മൾ ആക്സസറീസ് ഫിറ്റിംഗ് വർക്കുകളെല്ലാം ഇവിടെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിലൊരു സൈഡ് സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറിൽ കുറച്ച് എലമെൻറ്റ്സ് ആഡ് ചെയ്യാനുണ്ട്, ടെയിലൈറ്റ് മാറ്റാനുണ്ട്. അങ്ങനെ കുറച്ച് ആക്സസറീസ് വർക്കുകളും പിന്നെ നമ്മളെ പ്ലാറ്റിനം അണ്ടർബോഡി കോട്ടിംഗ് വർക്കുകളും ചെയ്യാനുണ്ട്. അണ്ടർബോഡി കോട്ടിംഗ് വർക്കിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും അതിന് മുന്നേ തൊട്ടടുത്ത വാഹനം ഇത് നമുക്ക് വാഷിന് വേണ്ടിയിട്ട് വന്ന വണ്ടിയാണ്. ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രീമിയം അണ്ടർബോഡി അടക്കം വരുന്ന ഒരു വാഷാണ് നമുക്ക് ഈ വാഹനത്തിൽ ചെയ്യാനുണ്ടായിരുന്നത്. വാഷ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും പ്രീമിയം വർക്കുകളിൽ ഒന്ന് തന്നെയാണ്. ഇവിടെ ഈ നോക്കൂ, ഈ താർ റോക്സ് നമ്മൾ ഇതിൻ്റെ അണ്ടർബോഡി ലിഫ്റ്റ് ചെയ്ത് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അണ്ടർബോഡി കോട്ടിങ്ങിനും കൂടി വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് ഈ വാഹനത്തിൽ നമ്മൾ ചെയ്യുന്നത്. അതുകൂടാതെ നമ്മളെ ലിഫ്റ്റുള്ള വാഷിംഗ് ബേ കഴിഞ്ഞാൽ നമുക്ക് വാഷിങ്ങിൻ്റെ തന്നെ രണ്ടാമത്തൊരു ബേ ഉണ്ട്. ഈ ഒരു ഫോർച്യൂണർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രീമിയം ഫോം വാഷ് ചെയ്യാനുണ്ട്. ഇത് വാഷിങ്ങിൻ്റെ ബേ ആണ്. അപ്പോൾ വാഷിങ് നമ്മളൊരു പ്രീമിയം വർക്കിൽ പെട്ടൊന്ന് തന്നെയാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് കൂളിംഗ് ഫിലിം വർക്കിന് വേണ്ടിയിട്ട് വന്ന ക്രെറ്റ സൈഡിലും ബാക്കിലും നമ്മൾ ചാർക്കോൾ ഷെയ്ഡിലുള്ള ഒരു കൂളിംഗ് ഫിലിം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 70% വിസിബിലിറ്റി ഉള്ള ഒരു കൂളിംഗ് ഫിലിം ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ചൂട് കാലത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൺ കൺട്രോൾ ഫിലിം ആപ്ലിക്കേഷൻ വർക്ക് മോജോ ഓട്ടോ കഫേ നടുവണ്ണൂർ ബ്രാഞ്ചിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂളിംഗ് ഫിലിമും വർക്കുകളൊക്കെ ആവശ്യമുള്ള ആൾക്കാർ, ചൂട് കാലത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്ക് മോജോ ഓട്ടോ കഫേനെ ബന്ധപ്പെടാം. നമ്മൾ വാഷിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നോക്കൂ, നമ്മൾ അണ്ടർബോഡിയിൽ വാഷ് ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡ് കണ്ടോ നിങ്ങൾ? ഒന്നുകൂടെ അടുത്ത് വന്നേ. കംപ്ലീറ്റ് അണ്ടർ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോമും കാര്യങ്ങളൊക്കെ ഇട്ട് പതപ്പിച്ച് എല്ലാ അഴുക്കും കളഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ ആ വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വാഷിങ് കൂളിംഗ് ഫിലിം കഴിഞ്ഞു. പിന്നീട് നമ്മളെ ഡീറ്റെയിലിംഗ് വർക്കുകളാണ്. അതിനിടയ്ക്ക് ഒരു ഫോർച്യൂണർ, ഒരു കിടിലൻ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. ഫോർച്യൂണർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫോർച്യൂണർ നമുക്ക് വർക്കിന് വേണ്ടിയിട്ട് അണ്ടർബോഡി കോട്ടിംഗ് വർക്കിനും അതേപോലെ തന്നെ സൈലൻസർ കോട്ടിങ്, ഇതിലെ ഇൻറ്റീരിയറിലൊരു സ്റ്റൈലിംഗ് കിറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, കാലിപ്പറിൽ നമ്മൾ റെഡ് കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഡ്യൂറബിൾ ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ കാലിപ്പർ പെയിൻറ്റിങ് വർക്കുകളൊക്കെ നമുക്ക് ഇൻഹൗസ് ആയിട്ട് ഇവിടുന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്തായാലും ഈ വണ്ടീൻ്റെ ഒരു ഭംഗി. എന്തായാലും നമുക്ക് ഇന്ന് വന്ന വണ്ടികളിൽ രാജാവ് ഇവൻ തന്നെ. ഫോർച്യൂണർ അറിയാലോ, എപ്പോൾ രാജാവാണ്. ദെൻ നമ്മളെ ഡീറ്റെയിലിംഗ് വർക്കിലേക്ക് വരാം. ഡീറ്റെയിലിങ്ങിൽ നമുക്ക് സെറാമിക് കോട്ടിംഗ് വർക്കുകൾ, ഗ്രാഫീൻ കോട്ടിംഗ് വർക്കുകൾ, ബോറോഫീൻ കോട്ടിംഗ് വർക്കുകൾ, പെയിൻറ്റ് കറക്ഷൻ, പോളിഷിംഗ് വർക്കുകൾ, അതുകൂടാതെ ജസ്റ്റ് നിങ്ങൾക്കൊരു വാക്സിങ് പർപ്പസ് ആണെങ്കിൽ, ജസ്റ്റ് ഒരു ഡീറ്റെയിൽ വാഷ് ആണെങ്കിൽ, ഇങ്ങനത്തെ വർക്കുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റുഡിയോ ആണിത്. നമ്മൾ പോളിഷിങ്, ഇൻറ്റീരിയർ ക്ലീനിങ് അങ്ങനത്തെ ഡീപ്പായിട്ട് ചെയ്യേണ്ട, നല്ല ഡെപ്തിൽ നമുക്ക് പെയിൻറ്റിലേക്ക് ഇറങ്ങി ചെയ്യേണ്ട വർക്കുകളൊക്കെ ചെയ്യുന്ന ബേ ആണിത്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വാഹനത്തിൽ ഒരു കോട്ടിംഗ് വർക്കാണ്. ബോറോഫിൻ കോട്ടിംഗ് ആണ് നമുക്ക് ഈ i20യിൽ ചെയ്യാനുള്ളത്. ഇതിൻ്റെ പോളിഷിങ് പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൊഫഷണൽ ആയിട്ടുള്ള ഡീറ്റെയിലേഴ്സ്, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്തു കൊടുക്കുന്നത്. ജസ്റ്റ് വരും, ഈ വാഹനത്തിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ബോണറ്റ് പുതിയ വാഹനമാണെങ്കിലും ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡ് പോർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലും അത്യാവശ്യം സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. ഈ സ്ക്രാച്ചുകളൊക്കെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് തരാൻ പറ്റും. ഡീറ്റെയിലിങ്ങിലെ പോളിഷിംഗ് സ്റ്റെപ്പ് നടക്കുന്ന ബേ ആണിതെങ്കിൽ ഇതിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോട്ടിംഗ് വർക്കുകൾ, കുറച്ചും കൂടെ ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള കോട്ടിംഗ് വർക്കുകൾ, പെയിൻറ്റ് പ്രൊട്ടക്ഷൻ, ഫിലിം വർക്കുകളൊക്കെ ചെയ്യുന്ന സ്റ്റുഡിയോ ഇതാണ് നമ്മളെ ഏറ്റവും പുതിയ സ്റ്റുഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാകെ ഒരു 2 months ആയിട്ടേ ഉള്ളൂ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട്. നമുക്ക് അറ്റ് എ ടൈം ഒരു 3 വാഹനങ്ങളൊക്കെ ഇതിനകത്ത് നമ്മളെ വർക്കുകൾ ചെയ്യാൻ പറ്റിയ ഏരിയ ഇതിനകത്തുണ്ട്. നമുക്കൊരു BMW ഇത് കോട്ടിങ്ങിൻ്റെ സർവീസ് കഴിഞ്ഞ് പോകാനുള്ള വണ്ടിയാണ്, വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മളെ കോട്ടിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്ന ബേ ഇതാണ് കേട്ടോ. എനിവേ നമ്മുടെ ഡീറ്റെയിലിംഗ് വർക്കുകൾ ഇത്രയും പ്രൊഫഷണലായിട്ട് കോഴിക്കോട് ജില്ലയിൽ തന്നെ മറ്റാരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. നമുക്ക് അത്രയും നല്ല ക്വാളിറ്റിയിൽ ചെയ്തു തരാൻ പറ്റും.
അതിനനുസരിച്ചുള്ള ടെക്നീഷ്യൻസും അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസും എക്യുപ്മെൻറ്റ്സും ഒക്കെ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിലിംഗ് വർക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമ്മൾ അണ്ടർ ബോഡി കോട്ടിങ്ങിനെ കുറിച്ച് സ്പെഷ്യലായിട്ട് പറയാനുണ്ട്. കാരണം നമ്മൾ അണ്ടർ ബോഡി കോട്ടിങ്ങിന് മാത്രമായിട്ടുള്ളൊരു ബേ ഇത് ഒരു പക്ഷേ കേരളത്തിൽ ആരും തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. കാരണം അണ്ടർ ബോഡി കോട്ടിങ് അത്രയും പ്രീമിയം ലെവലിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അണ്ടർ കോട്ടിങ്ങിന് മാത്രമായിട്ട് നമ്മളൊരു ബേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി എനിക്ക് എന്തായാലും ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതൊന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. വാ നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെ ഈ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് പറയാം. അണ്ടർ ബോഡി കോട്ടിങ്ങും സൈലൻസർ കോട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ വണ്ടിയാണ്. ഇനി നമുക്ക് അടുത്തൊരു വണ്ടി ഇതിനകത്തേക്ക് കയറ്റി കൊടുക്കാനുണ്ട്. നമ്മളെ ബേയിലേക്ക് കയറ്റാം. വാഹനങ്ങളിൽ റെസ്റ്റ് വരാതിരിക്കാനും അതേപോലെ തന്നെ വർഷങ്ങളോളം തുരുമ്പിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാറ്റിനം അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുന്നത്. 5 വർഷം വരെയാണ് നമ്മളെ പ്ലാറ്റിനം അണ്ടർ ബോഡി കോട്ടിങ്ങിന് നമ്മൾ ലൈഫ് പറയുന്നത്. ഒരു പക്ഷേ അണ്ടർ ബോഡി ചെയ്യുന്ന സമയത്ത് ഇത്രയും പ്രൊഫഷണലായിട്ട് അണ്ടർ കോട്ടിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമുക്ക് ഇന്ന് മാത്രം ഇവിടെ നമ്മളെ ഈ ഒരു ഗാരേജിൽ 5 വണ്ടികൾ അണ്ടർ ബോഡി കോട്ടിങ്ങിന് മാത്രമായിട്ടുണ്ട്. നമുക്ക് പോളിഷിങ് ചെയ്യാൻ വരുന്ന വണ്ടികളും അതേപോലെ തന്നെ ഡീറ്റെയിലിംഗ് ആക്സസറീസ് ചെയ്യാൻ വരുന്ന വണ്ടികളിലൊക്കെ നമുക്ക് അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യാറുണ്ടാവാറുണ്ട്. അണ്ടർ കോട്ടിങ് വർക്കുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അണ്ടർ ബോഡിയിൽ ആദ്യം തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അണ്ടർ കോട്ടിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഈ വണ്ടി ഇതേപോലെ അണ്ടർ ബോഡി കോട്ടിങ്ങിനും കുറച്ചധികം ആക്സസറീസിനും വന്ന വണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വാഹനം നമുക്ക് അണ്ടർ കോട്ടിങ്ങിൻ്റെ ബേയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലും നമുക്ക് ചെയ്യാനുള്ളത് 5 വർഷം ലൈഫ് അഷുറൻസ് ഉള്ള അണ്ടർ ബോഡി കോട്ടിങ് വർക്കാണ്. ഏകദേശം 2 ദിവസങ്ങളാണ് നമ്മളൊരു അണ്ടർ ബോഡി കോട്ടിങ് വർക്കിന് വേണ്ടിയിട്ട് സമയം കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത്. വാഷ് ചെയ്ത് പ്രോപ്പറായി ഡ്രൈ ആയതിനു ശേഷം ആണ് നമ്മൾ അണ്ടർ കോട്ടിങ് വർക്ക് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഈ വാഹനം ഇതിൻ്റെ ലിഫ്റ്റിൻ്റെ അകത്തേക്ക് വെക്കാം. ഈ ലിഫ്റ്റിൽ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഏരിയയും പ്രോപ്പറായിട്ട് കവർ ചെയ്തിട്ട് തന്നെ അണ്ടർ കോട്ടിങ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ ആക്സസറീസ് ബേയിലേക്ക് പോവാം. ആക്സസറീസിൻ്റെ വർക്കുകൾ നമ്മൾ ടെയിൽ ലാമ്പ് ഫിറ്റിംഗ് ആയാലും മറ്റുള്ള ഹെഡ് ലാമ്പ് ഫിറ്റിങ്സ്, LED ബൾബുകൾ, ഇതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ചുകൾ, അലോയ് വീൽസ് തുടങ്ങി എല്ലാവിധ ആക്സസറീസ് വർക്കുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വളരെ പ്രൊഫഷണലായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടി നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് വാറണ്ടീനൊന്നും ബാധിക്കാത്ത രീതിയിൽ വയറ് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നീറ്റായിട്ട് തന്നെ നമ്മളെ ആക്സസറീസ് ഫിറ്റിംഗ് വർക്കുകളും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. ഇതിൽ പ്രത്യേകിച്ച് പറയട്ടെ, നമ്മളെ ഫേസ് ലിഫ്റ്റിംഗ് വർക്കുകൾ, അതേപോലെ തന്നെ ഇന്നോവയിലുള്ള മറ്റ് കൺവേർഷൻ വർക്കുകൾ, ഇന്നോവ ക്രിസ്റ്റയുടെ വർക്കുകൾ, ടൊയോട്ടേൻ്റെ ഒരു ഹബ്ബാണെന്ന് വരെ നമ്മൾ ആൾക്കാർ വിളിക്കാറുണ്ട്. കാരണം ടൊയോട്ടേൻ്റെ ഒരുപാട് വാഹനങ്ങൾ, ഫോർച്യൂണർ, ക്രിസ്റ്റ, അതേപോലെ തന്നെ ഇന്നോവ, കൊറോള, ആൾട്ടിസ്, ഫേസ് ലിഫ്റ്റിംഗ് വർക്കുകൾ, മറ്റുള്ള ടെക്നിക്കൽ വർക്കുകൾ ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. ഇനി ഒരു ബാഗ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആക്സസറീസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഈ ഇന്നോവ ക്രിസ്റ്റയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രിസ്റ്റേൻ്റെ വർക്കൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന വർക്കാണെന്ന്. ഈ ക്രിസ്റ്റയിൽ ഒരു അടിപൊളി ടെയിലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചു തരാം സാധനം. ഈ ടെയിലൈറ്റ് നമുക്ക് ഈ ഇന്നോവ ക്രിസ്റ്റയിൽ ചെയ്യാനുള്ളതാണ്. അടിപൊളി സാധനമാണ്. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലിപ്സും കൂടെ ആദർശം നമുക്ക് ഉൾപ്പെടുത്തി കൊടുക്കണേ. എന്തെങ്കിൽ വീഡിയോയിൽ ആൾക്കാർക്ക് കാണുമ്പോൾ ഓർഡർ ചെയ്യാനുള്ള ആൾക്കാർക്ക് ഓർഡർ ചെയ്തോട്ടെ അല്ലേ. എന്തായാലും വരൂ. ഇതും നമുക്ക് ഒരു ആക്സസറീസ് മറ്റൊരുപാട് കാര്യങ്ങൾ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന വണ്ടിയാണ് ഈ ഫോർച്യൂണർ, ഈ ടൈപ്പ് 2 ഫോർച്യൂണർ. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകുമ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ സത്യം പറഞ്ഞാൽ വണ്ടീൻ്റെ അകത്ത് ഇൻറ്റീരിയറിൽ ഒരു സാധനവും ഇല്ല കേട്ടോ. എല്ലാം നമ്മൾ അയച്ചു മാറ്റിയിട്ടുണ്ട്. ഇതിലൊരു GR സ്റ്റിയറിംഗ് വീല് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഡോർ പാഡ്സ് ഒക്കെ നമ്മൾ പെയിൻറ്റ് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ നമ്മൾ ചെയ്യാത്ത വർക്ക് ഏതാന്ന് വരെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് തോന്നിപ്പോകും. വേണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വർക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മൾ ചെയ്യാത്ത വർക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൺസൾട്ടേഷൻ തരാൻ പോലും നമുക്ക് പറ്റും. എന്തായാലും ഇത്രയൊക്കെ സംഭവങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് മറ്റുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മളെ ഈ ഒരു ഗാരേജിലെ ഇത്രയും വിശേഷങ്ങളാണ് നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വർക്കുകളോ കാര്യങ്ങളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. മോജോ ഓട്ടോ കഫേ നമ്മളെ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയ്ക്കും കുറ്റ്യാടിക്കും ഒക്കെ പോകുന്ന റോട്ടിൽ കുറച്ച് ഒരു 1 കിലോമീറ്റർ അകത്തായിട്ട് നടുവണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെ ഷോപ്പുള്ളത്. നടുവണ്ണൂർ ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ ഇങ്ങോട്ട് മാറിയാൽ മോജോ ഓട്ടോ കഫേൻ്റെ നമ്മൾ ഈ ഒരു വിശാലമായ ലോകത്തെത്താം. ഒരുപാട് വണ്ടികൾ അറ്റ് എ ടൈം പാർക്ക് ചെയ്യാനും വർക്ക് ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് വളരെ പ്രൊഫഷണലായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരാനുള്ള സ്പേസ് നമ്മളെടുത്തുണ്ട്. സോ നമ്മളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ സ്ഥാപനത്തിൽ വരാൻ മടിക്കരുത്. അതേപോലെ തന്നെ നമ്മളെ പേജ് ഫോളോ ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.